നമസ്കാരം. വീണയൻ വാർത്താ ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Spinner Pipes, manufacturers of HDP and PVC pipes. Think irrigation, think Spinner. രാഹുൽ ടൈൽസ് ആൻഡ് സാനിറ്ററീസ്, കോവിലകത്തുംപാടം, കേരള ബാങ്കിന് മുൻവശം, തൃശൂർ. 2024 നവംബർ 1 കേരളം അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമായി മാറുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. എനിക്കുമുണ്ടൊരു മേൽവിലാസം എന്ന പേരിൽ തൃശൂർ കോർപ്പറേഷൻ ഭൂരഹിതർക്ക് ഭൂമി കൈമാറ്റ രേഖ നൽകുന്ന പരിപാടിയുടെ ഉദ്ഘാടനം നടന്നു. 231 ഭൂരഹിതർക്ക് 3 സെന്റ് ഭൂമി വീതം നൽകും. മാടക്കത്തറ പഞ്ചായത്തിലെ മാറ്റാമ്പുറത്താണ് 16.50 ഏക്കർ സ്ഥലം നീക്കിവെച്ചിട്ടുള്ളത്. സംസ്ഥാന സർക്കാരിനൊപ്പം കൈകോർത്ത് ലൈഫ് മിഷനും. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ വൻ കഞ്ചാവ് വേട്ട. മംഗലാപുരം നേത്രാവതി എക്സ്പ്രസിന്റെ ജനറൽ കമ്പാർട്ട്മെന്റിൽ നിന്ന് 12 കിലോ 275 ഗ്രാം കഞ്ചാവ് പിടിച്ചെടുത്തു. അവകാശികളില്ലാത്ത 2 ബാഗുകളിലായി സൂക്ഷിച്ചിരുന്നത് 7.5 ലക്ഷം രൂപ മൂല്യമുള്ള കഞ്ചാവ്. പ്രതികൾക്ക് വേണ്ടി അന്വേഷണം ഊർജിതം. 1/4 നൂറ്റാണ്ടിലധികം അഖിലേന്ത്യാ തലത്തിൽ മനുഷ്യാവകാശ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ദേശീയ മനുഷ്യാവകാശ സമിതി അംഗത്വ പ്രചരണത്തിന് തുടക്കം. ഉദ്ഘാടനവും മനുഷ്യാവകാശ ബോധവൽക്കരണ പ്രഭാഷണവും ശ്രീരംഗപ്പാളയത്ത് നടന്നു. ആക്ടിവിസ്റ്റ് എസ് രാജ ഉദ്ഘാടനം ചെയ്തു. ദേശീയ ജനറൽ സെക്രട്ടറി കെ നന്ദകുമാർ മെമ്പർഷിപ്പ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. മിണാലൂർ അടിപ്പാതയ്ക്കു സമീപം നിരത്തിൽ ദുരന്തമുഖം. ഉറക്കം തൂങ്ങിയിരുന്ന് റെയിൽവേ. കണ്ടെയ്നർ ലോറികൾ അടക്കമുള്ള ഉയരവാഹനങ്ങൾ അടിപ്പാതയിലേക്ക് പ്രവേശിക്കാതിരിക്കാൻ സ്ഥാപിച്ച സുരക്ഷാ ക്രോസ് ബാർ തകർന്നു വീണിട്ട് നാളുകളേറെ. പുനഃസ്ഥാപിക്കാതെ വാഹനങ്ങളെ അപകടത്തിലേക്ക് തള്ളിവിട്ട് അധികൃതർ. ജനകീയ പ്രതിഷേധം ശക്തം. മഞ്ഞലോഹം വല്ലാതെ പൊള്ളുന്നു. സംസ്ഥാനത്ത് റെക്കോർഡുകൾ തകർത്ത് കുതിച്ചുയർന്ന സ്വർണ്ണവില. പവന് 160 രൂപ വർദ്ധിച്ച് 55,840 രൂപയായി. ഗ്രാമിന് 20 രൂപയുടെ വർധന. 1 ഗ്രാം സ്വർണം ലഭിക്കാൻ 6,980 രൂപ നൽകണം. വീണ്ടും വരുന്നു പെരുമഴക്കാലം. സംസ്ഥാനത്ത് അടുത്ത 5 ദിനം കനത്ത മഴയ്ക്ക് സാധ്യത. തൃശൂരടക്കം 9 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു. ബംഗാൾ ഉൾക്കടലിനു മുകളിലുള്ള ചക്രവാത ചുഴി ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കാൻ സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. വിവാദ കൊടുമുടിയേറി വടക്കാഞ്ചേരി ഗവൺമെന്റ് ബോയ്സ് സ്കൂൾ ഗ്രൗണ്ട് നവീകരണം. പരസ്പരം കൊമ്പുകോർത്ത് കോൺഗ്രസും CPM-ഉം. നഗരസഭാ കൗൺസിൽ യോഗത്തിൽ വൻ ബഹളം. വിശദ പദ്ധതി രേഖയുടെ കോപ്പി നൽകണമെന്ന കൗൺസിലർ സന്ധ്യ കൊടക്കാടത്തിന്റെ ആവശ്യമാണ് ബഹളത്തിൽ കലാശിച്ചത്. അശാസ്ത്രീയ ഗ്രൗണ്ട് നവീകരണം മൂലം നിരവധി കുടുംബങ്ങൾ ദുരിതക്കയത്തിലാകുമെന്ന് യൂത്ത് കോൺഗ്രസ്. പ്രതിഷേധ ക്രിക്കറ്റ് കളി സംഘടിപ്പിച്ചു. DYFI ഗ്രൗണ്ട് സംരക്ഷണ സംഗമം ചൊവ്വാഴ്ച കാലത്ത് 10-ന് നഗരസഭാ കാര്യാലയത്തിന് മുന്നിൽ. വടക്കാഞ്ചേരി നഗരസഭയിലെ പ്രതിപക്ഷ കൗൺസിലർമാർ വികസന വിരോധികളെന്ന് ചെയർമാൻ PN സുരേന്ദ്രൻ. ഗ്രൗണ്ട് നവീകരണം അട്ടിമറിക്കാനുള്ള ശ്രമം അംഗീകരിക്കില്ല. സമരം പ്രഹസനമെന്ന് ആരോപണം. നഗരസഭയിൽ നടക്കുന്നത് അഴിമതിയും ധൂർത്തുമെന്ന് പ്രതിപക്ഷ നേതാവ് കെ അജിത് കുമാർ. ചെയർമാൻ നടത്തുന്ന അഴിമതികൾ പുറത്തുവിടുമെന്നും പ്രഖ്യാപനം. ഷൊർണൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയിൽ പരുത്തിപ്പറയിൽ അച്ഛനും മകളും സഞ്ചരിച്ചിരുന്ന കാർ നിയന്ത്രണം വിട്ട് വൈദ്യുതി തൂണും പൊതുമരാമത്ത് നിരത്ത് വിഭാഗത്തിന്റെ ദിശാബോർഡും ഇടിച്ചു തകർത്തു. പാലയിൽ ഉപരിപഠനം നടത്തുന്ന ചെർപ്പളശ്ശേരി സ്വദേശിനിയായ വിദ്യാർത്ഥിയുമായി പോകുമ്പോഴാണ് അപകടം. ഒഴിവായത് വൻ ദുരന്തം.
കേരള വനിതാ കമ്മീഷൻ ജില്ലാ അദാലത്തിൽ 22 പരാതികൾക്ക് പരിഹാരം. പരിഗണനയ്ക്കെത്തിയ 64 പരാതികളിൽ 8 എണ്ണത്തിൽ പോലീസ് റിപ്പോർട്ട് തേടി. ബാക്കി പരാതികൾ അടുത്ത മാസം നടക്കുന്ന അദാലത്തിലേക്ക് മാറ്റിവെച്ചു. അദാലത്ത് നടന്നത് കമ്മീഷൻ അംഗം VR മഹിളാമണിയുടെ നേതൃത്വത്തിൽ.